ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഡോണറ്റ് ആണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഡോണറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് 1/4 കപ്പ് ഇളം ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി 1.5 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഒന്നുകൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് പൊങ്ങി വരാൻ വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു ബൗളിലേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇടഞ്ഞെടുക്കാം. ഒരൊറ്റ തവണ മാത്രം ഇത് ഇടഞ്ഞെടുത്താൽ മതി. ഒരു 15 മിനിറ്റ് ശേഷം നോക്കിയപ്പോൾ ഇത് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മുട്ട കൂടി പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. റൂം ടെമ്പറേച്ചറിൽ വെച്ച മുട്ട തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇവയെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഇടഞ്ഞു വെച്ചിരുന്ന പൊടിയിലേക്ക് കുറേശ്ശെ ഒഴിച്ച് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിന് വെള്ളമൊന്നും ചേർക്കേണ്ടി വന്നില്ല. ഇതിനി ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരടപ്പ് ഉപയോഗിച്ച് അടച്ചു വെച്ചാലും മതി. രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ വെച്ചതിനേക്കാൾ ഇരട്ടിയായിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കുറച്ച് മൈദാപ്പൊടി വിതറിയിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് പരത്തിയെടുക്കണം. അതിനായിട്ട് ഇത് കുറച്ച് പൊടി വിതറിയിട്ടുണ്ട്. ഞാനിവിടെ മാവ് പകുതി എടുത്താണ് പരത്തിയെടുത്തത്. ഈ ഒരു കനത്തി വേണം പരത്തിയെടുക്കാൻ. ഇനി വട്ടത്തിലുള്ള ഒരു പാത്രം ഉപയോഗിച്ച് നമുക്കിത് മുറിച്ചെടുക്കാം. ഇതിൻ്റെ നടുക്ക് ഇതുപോലൊരു നോസിൽ ഉപയോഗിച്ച് നമുക്ക് കിഴുത്തിയിട്ട് കൊടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളത് കൂടി നമുക്ക് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ വേണം ചെയ്തെടുക്കാൻ. ബാക്കിയുള്ള മാവും ഇതുപോലെ തന്നെ കുഴച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം. എനിക്കൊരു 18 ഡോണറ്റ് ഉണ്ടാക്കാൻ പറ്റിയായിരുന്നു. എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്.
നല്ല സോഫ്റ്റാണ്, കണ്ടില്ലേ? ഇങ്ങനെ വെറുതെ തിന്നാനും നല്ല ടേസ്റ്റാണ്. വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് ഓരോ ഡോണറ്റ് മുക്കിയെടുക്കാം. ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്കും ഓരോ ഡോണറ്റ് മുക്കി കൊടുക്കാം. ചോക്ലേറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ഈ പഞ്ചസാര ഇല്ലേ, അത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചിട്ട് അതിനാണേലും നമുക്ക് മുക്കിയെടുക്കാം. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാട്ടോ ഇത്. കണ്ടില്ലേ, കാണാനും എന്ത് ഭംഗിയാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്